ഒന്ന്, ലാസ്യ നൃത്തശൈലിക്ക് ഊന്നൽ നൽകുന്ന കേരളത്തിൻ്റെ തനത് നൃത്തരൂപമായ മോഹിനിയാട്ടം. രണ്ട്, ഇന്ത്യയുടെ ദേശീയ നൃത്തരൂപമായ ഭരതനാട്യം. ചലിക്കുന്ന കാവ്യം ദാസ്യാട്ടം എന്നറിയപ്പെടുന്നു. നാട്യശാസ്ത്രാടിസ്ഥാനത്തുള്ള നൃത്തരൂപമാണ്. അടിസ്ഥാന ഗ്രന്ഥ അഭിനയ ദർപ്പണം ഉത്ഭവിച്ചത് തമിഴ്നാട് സംസ്ഥാനത്ത്. മൂന്ന്, കേരളത്തിൻ്റെ തനത് കലാരൂപമായ കഥകളി. കഥകളി മുദ്രകൾക്ക് അടിസ്ഥാനമായ ഗ്രന്ഥം ഹസ്തലക്ഷണ ദീപിക. ഒഡീഷയുടെ തനത് നൃത്തരൂപമായ ഒഡീസി. ചലിക്കുന്ന ശില്പം എന്നറിയപ്പെടുന്ന നൃത്തരൂപമാണ്. ഉത്ഭവത്തിന് കാരണമായ കൃതി ഗീതാഗോവിന്ദം. മണിപ്പൂരിൻ്റെ തനത് നൃത്തരൂപമാണ് മണിപ്പൂരി. രാധയും കൃഷ്ണനും തമ്മിലുള്ള ബന്ധത്തെ പ്രതിപാദിക്കുന്ന മണിപ്പൂരിലെ നൃത്തരൂപം. അടുത്തത് ആന്ധ്രാപ്രദേശിൻ്റെ തനത് നൃത്തരൂപമായ കുച്ചിപ്പുടി. ഒരു പ്രദേശത്തിൻ്റെ പേര് അറിയപ്പെടുന്ന നൃത്തരൂപമാണ്. അസമിലെ നൃത്തരൂപമാണ് സാത്രിയ. ഇതിൻ്റെ ഇതിവൃത്തം കൃഷ്ണലീല. ഉത്തർപ്രദേശിലെ നൃത്തരൂപം കഥക്. ഹിന്ദു മുസ്ലിം ഐക്യത്തിൻ്റെ പ്രതീകം എന്നറിയപ്പെടുന്ന നൃത്തരൂപം. മുഗൾ രാജവംശത്തിൻ്റെ സദസ്സിലുണ്ടായിരുന്ന പ്രധാന നൃത്തരൂപമായിരുന്നു. ഉത്തരേന്ത്യയിലെ ക്ലാസിക്കൽ പദവി കിട്ടിയ നൃത്തരൂപം. പാകിസ്ഥാൻ്റെ ദേശീയ നൃത്തരൂപവും കൂടെയാണ്.